ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ രാവിലെ ഒരു 5 മണി മുതൽ ഞാൻ വീട്ടിൽ ചെയ്ത എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് സാറായ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചെയ്തത്. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ബ്രെഡാണ് ഇന്ന് കൊടുത്തു വിടുന്നത് സ്നാക്ക് ബോക്സിൽ. അപ്പോൾ ബ്രെഡും ആ ബ്രെഡിൻ്റെ കൂടെ പൈനാപ്പിൾ ജാമും അതുപോലെ തന്നെ ബട്ടറുമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ സാറാക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഐറ്റംസും ഞാനിതാ ഒന്ന് റെഡിയാക്കി വെച്ചതാണ്. അത് സ്നാക്ക് ബോക്സിലേക്ക് വെക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡും അതുപോലെ തന്നെ പൈനാപ്പിൾ ജാമും ബട്ടറും അത് രണ്ടും ചേർന്നിട്ടുള്ള ആ ഒരു അത് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബ്രെഡ്, പിന്നെ വേഫേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഹേസൽനട്ട് ഫ്ലേവറിലുള്ള 2 വേഫേഴ്സ്, പിന്നെ ഒരു കടലമുട്ടായി. ഇതൊക്കെയാണ് മോൾക്ക് ഇന്ന് സ്നാക്ക് ബോക്സിൽ സ്നാക്കായിട്ട് വെക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് വയ്ക്കുന്നുണ്ട്. 2 ടൈപ്പ് കാഷ്യൂനട്ട് മിക്സ് ചെയ്തതാണ്. പ്ലെയിൻ കാഷ്യൂനട്ടും അതുപോലെ തന്നെ റോസ്റ്റഡ് കാഷ്യൂനട്ടുമാണ്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടിന്ന് വെക്കുന്നത് ഓറഞ്ചും അതുപോലെ തന്നെ ആപ്പിളുമാണ്. അപ്പോൾ ഓരോ ദിവസവും മാറി മാറിയുള്ള ഐറ്റംസ് മാക്സിമം കൊടുത്തു വിടാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മോളുടെ സ്നാക്ക് ബോക്സ്, ഇന്നത്തെ സ്നാക്ക് ബോക്സ്. അപ്പോൾ സാറായിക്ക് സ്കൂളിൽ ബസ്സൊക്കെ വരാറായി. അപ്പോൾ വേഗം വാട്ടർ ബോട്ടിലിൽ വെള്ളം റെഡിയാക്കി അതും എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോഴെല്ലാം സാറ ഉറക്കമാണ്. സാറാനെ ഇപ്പോൾ അവളുടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമേ മോളെ ഉണർത്തിയിട്ട് മോളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ബോക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സാറയുടെ ബാഗിലേക്ക് അവളുടെ ഐറ്റംസൊക്കെ അടുപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. അവളുടെ ഒരു ടവലും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും ബുക്സും പിന്നെ സ്നാക്ക് ബോക്സും എല്ലാം ബാഗിലേക്ക് വെച്ചു. സാറുടെ സ്കൂൾ ഡയറി എന്നും കമ്പൽസറി ആയിട്ട് കൊണ്ടുപോകേണ്ടതാണല്ലോ സ്കൂൾ ഡയറി. അപ്പം അതും ബാഗിലുണ്ട്. പിന്നെ മോളുടെ യൂണിഫോം എന്ന് പറയുന്നത് അയൺ ചെയ്ത് വെച്ചു. പിന്നെ ടാഗ് ഞാൻ അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് കാണുന്ന രീതിയിൽ വെച്ചതാണ്. കാരണം കഴിഞ്ഞ ദിവസം ടാഗ് വിട്ടുപോയി, എന്നിട്ട് എടുക്കാനായിട്ട് തിരിച്ചു വരുമായിരുന്നു. അങ്ങനെ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ ബ്രെഡും ജാമും ബട്ടറും ഒക്കെ ഞാൻ ടേബിളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം സാറ എണീറ്റിട്ട് വീട്ടിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് അത് ചെറുതായിട്ടൊന്ന് കഴിപ്പിക്കണം. അപ്പോൾ അവളെ റെഡിയാക്കി, ഏകദേശം അവളെ റെഡിയാക്കി. അവൾ ദേഷ്യപ്പെട്ട് ഉറക്കം ഉണർത്തിയതുകൊണ്ട് ദേഷ്യപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അവളുടെ ബ്രെഡും ബട്ടറും ജാം ആ സ്പ്രെഡ് ചെയ്തതൊക്കെ അവളെ നോക്കി അവിടെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവളത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കഴിപ്പിക്കണം. കാരണം ക്ലാസ്സിൽ പോകുമ്പോൾ വെറും വെയിറ്റയിൽ വിടാൻ മടിയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെളുപ്പിനത്തെ പ്രഭാതം, അതായത് ഒരു 5:30 5:30 മണി ആയപ്പോഴത്തേനും വെളിച്ചമൊക്കെ വെച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത്രയും മനോഹരമായിട്ട് ഇപ്പം കാണാനൊന്നും പറ്റില്ല, കാരണം പകലൊക്കെ ഒരു 48-49 ഡിഗ്രി പൊരി വെയിലാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. സാറ സ്കൂളിൽ പോയി. ഇപ്പോൾ ഞാൻ പോകുന്നത് സാറാനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. സമയം ഇപ്പം 11:45 ആയിട്ടുണ്ട്. മോള് 6 മണി ആയപ്പോഴത്തേനും മോള് സ്കൂൾ ബസ്സിൽ കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവളെ തിരിച്ച് വിളിക്കേണ്ട ടൈമായി. അപ്പോൾ ഞാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഇന്ന് സൈറ നല്ല ഉറക്കം. അപ്പോൾ ഞാൻ കറക്റ്റ് ബസ് ടൈം നോക്കി ഇറങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, കറക്റ്റ് ബസ് ടൈം നോക്കി ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് സാറാനെ പിക്ക് ചെയ്ത് കൊണ്ടുവരാമല്ലോ. അപ്പോൾ സൈറാനെ ഉണർത്തി സൈറയുടെ ഉറക്കം വെറുതെ കളയണ്ട. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വേഗം, എന്തായാലും ഇന്നും ഭാഗ്യത്തിന് ഞാൻ കറക്റ്റ് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ബസ് വാതിലിലെത്തിയിട്ടുണ്ട്. അത് ഭയങ്കര നല്ല കാര്യമായിപ്പോയി. കാരണം എനിക്ക് സൈറാനെ കിടത്തിയിട്ട് വരുന്നത് കൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. അപ്പോൾ ഏതായാലും ബസ് കറക്റ്റ് ഫ്രണ്ടിലെത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് സാറാനെയും പിക്ക് ചെയ്ത് പോവാമല്ലോ. അപ്പോൾ മോളിതാ പയ്യെ ഇറങ്ങി വരികയാണ്. പയ്യെ ഇറങ്ങി വരുന്നു. ആൾ കുറച്ച് ടയേർഡാണ്, കുറച്ച് ഉറക്കമൊക്കെ തൂങ്ങി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ മോളെ പിക്ക് ചെയ്ത് അവളുടെ ബാഗൊക്കെ അവളിപ്പോൾ ഇറങ്ങി, ബസ്സിൽ നിന്ന് പയ്യനെ ഇറങ്ങി
ഇറങ്ങിയതിന് ശേഷം മുടിയൊക്കെ വളരെ അലങ്കോലപ്പെട്ട് ബസ്സിലും കുറച്ച് ടൈമുണ്ട് നമ്മൾക്ക് സ്കൂൾ ടു നമ്മുടെ ഹോം എന്ന് പറയുമ്പോഴത്തേനും ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്, ബസ്സിലിരിക്കാനുള്ള ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിലും ഇരുന്ന് ഉറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അത് അവളുടെ ബാഗൊക്കെ ഞാൻ പിടിച്ച് വാങ്ങിച്ചു. അവളിപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് നടക്കുകയാണ്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം സ്കൂളിൽ പോകുന്നതും സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ വിശേഷവും മിസ്സിൻ്റെ വിശേഷവും എല്ലാം വന്ന് പറയാറുണ്ട്. അപ്പോൾ ആൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്സിനെ കാണുന്നതും ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നതും ഫ്രണ്ട്സിനെ കാണലും എല്ലാം ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഈ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു കേസ് മാത്രമേ ഒരു ഇച്ചിരി ഇഷ്ടക്കേടുള്ളൂ. ബാക്കി സ്കൂളിൽ പോകുന്നതും ബാക്കിയെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ഒരു വ്ളോഗ്. എൻ്റെ ഏർലി മോർണിംഗ്, എൻ്റെ മോർണിംഗ് ടു സാറയുടെ ബാക്ക് ടു ഹോം വിശേഷങ്ങൾ. അപ്പോൾ അത്രയുമായിരുന്നു ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.